വിമാനവും ആനയും കോഴിക്കുഞ്ഞുങ്ങളും. ഹായ്, ബൈജരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വിമാനത്തിൽ ആനയെ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് ആന ഇടയാതിരിക്കാനായിട്ട്, ശാന്തമായിട്ടിരിക്കാനായിട്ട് ആനയുടെ കൂടെ കുറെ കോഴിക്കുഞ്ഞുങ്ങളെയും ഇടും. ഈ കോഴിക്കുഞ്ഞുങ്ങളെ ചവിട്ടാതിരിക്കാനായിട്ട് ആന ശ്രദ്ധിക്കുകയും അത് കാരണം തന്നെ ആന ശാന്തമായിട്ടിരിക്കുകയും എന്ന് നമ്മൾ പല സ്ഥലങ്ങളിലും കേട്ടിരിക്കും. ധാരാളം FB പോസ്റ്റുകളും ഗൂഗിളിലും എല്ലാം സെർച്ച് ചെയ്താൽ നമുക്കിത് കാണാം. ആനയുടെ കൂടെ കുറെ കോഴിക്കുഞ്ഞുങ്ങളെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. എന്റെ ചെറുപ്പത്തിൽ ഞാനൊരു മാഗസീനിൽ കണ്ടത്, ഏതോ ശാസ്ത്ര മാഗസീനുകളിലാണ്. ആനയെ പ്ലെയിനിൽ കൊണ്ടുപോകുന്ന സമയത്ത് അതിന്റെ തലയ്ക്ക് മുകളിലായിട്ട് ഒരു വലിയൊരു പൂവൻ കോഴിയെ നിർത്തിയിരിക്കുന്ന ഒരു ചിത്രം. അന്നത് വായിച്ചപ്പോൾ സത്യമാണെന്ന് എനിക്കും തോന്നി. ഇതുപോലുള്ള വാർത്ത കേൾക്കുമ്പോൾ പലർക്കും ഇത് സത്യമാണ് എന്ന് തോന്നും. കാരണം നമ്മൾ ലോജിക്കലായിട്ട് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിയാണ്, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് കാരണം തന്നെ പലരും ഇത് ഫോർവേഡ് ചെയ്യും. എന്നാൽ ഇത് സത്യമാണോ? അല്ല. ആനകളെ വളരെ ദൂരേക്കെല്ലാം കൊണ്ടുപോകുന്ന സമയത്ത് പ്ലെയിനിലെല്ലാം കൊണ്ടുപോകാറുണ്ട്. ആ സമയത്ത് കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നും അതിന്റെ കൂടെ നിർത്താറില്ല. അതിന് പകരം അതിന് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കുവാൻ പറ്റിയ ഒരു ഇടമുണ്ടാക്കും, കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഇടം. എന്നാൽ ആനയ്ക്ക് അവിടെ നിന്ന് മുന്നോട്ടോ പിന്നോട്ടോ സൈഡിലേക്കൊന്നും പോകാൻ സാധിക്കില്ല. പക്ഷെ അതിന് അനങ്ങാനും ചെറുതായിട്ട് തിരിയാനും എല്ലാം സാധിക്കും. വളരെ കംഫർട്ടബിൾ ആയിട്ട് ഓരോ ആനയുടെയും സൈസ് അനുസരിച്ചിട്ടായിരിക്കും അത് ഉണ്ടാക്കുക. ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊന്നും ചുറ്റുമില്ലാതെ വളരെ കംഫർട്ടബിൾ ആയിട്ട് AC-യും പ്രകാശവും കാറ്റെല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അതിനകത്തുണ്ടാവും. ദീർഘമായിട്ടുള്ള യാത്രയാണെന്നുണ്ടെങ്കിൽ അതിനാവശ്യമുള്ള വെള്ളവും ആഹാരവും എല്ലാം അതിനകത്തുണ്ടാവും. ഈ ആനയ്ക്ക് പരിചയമുള്ള പാപ്പാനോ അല്ല മറ്റാളുകളോ അതിന്റെ കൂടെ തന്നെ അതിന് കാണാവുന്ന ദൂരത്തിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ വിമാനത്തിന്റെ തറയെല്ലാം വളരെ ഗ്രിപ്പുള്ള തറയും ആനയ്ക്ക് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനായിട്ട് സ്ലിപ്പറി അല്ലാത്തൊരു തറയും ഉണ്ടാക്കും, സജ്ജീകരിക്കും. കൂടാതെ ആനയെ ഇതിലേക്ക് കയറ്റുന്നതിനും ഇറക്കുന്നതിനുമുള്ള സജ്ജീകരണങ്ങൾ പ്രത്യേകമായിട്ട് ലിഫ്റ്റുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ആനയെ ഇതിനകത്തേക്ക് കയറ്റുന്നതും ഇറക്കുന്നതുമെല്ലാം. അതല്ലാതെ കോഴിയോ കോഴിക്കുഞ്ഞുങ്ങളോ ഒന്നും ആനയുടെ കൂടെ ഉണ്ടാവില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജരാജ്.